നമസ്കാരം, ഞാൻ CG ജോസ്, ക്ലിനിക്കൽ ഡയറ്റീഷ്യൻ, സമന്വയ ഇന്റഗ്രേറ്റഡ് ക്ലിനിക് മെഡിക്കൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്ന PCOD അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസിനെ പറ്റിയാണ്. ഇത് എങ്ങനെ നമുക്ക് ജീവിതശൈലിയിലൂടെ മാറ്റങ്ങൾ വരുത്തി ഇതിനെ ഇല്ലാതാക്കാം, അതല്ലെങ്കിൽ നിയന്ത്രിച്ചു നിർത്താം എന്നതിനെ പറ്റിയാണ്. ജീവിതശൈലിയിൽ നിന്ന് വരുന്ന ഒരു അസുഖമാണ് ഈ PCOD എന്നത്. ഒരു ഹോർമോൺ ഇംബാലൻസിന്റെ ഒരു പ്രശ്നമാണിത്. ഇത് നേരത്തെ സ്ത്രീകളിൽ ഒരു 30 വയസ്സിന് ശേഷമായിരുന്നു കൂടുതലും കണ്ടുകൊണ്ടിരുന്നത്. അഥവാ ഒരു BMI 30 മുകളിലുള്ള ഓവർവെയിറ്റ് അല്ലെങ്കിൽ ഒരു ഒബേസിറ്റി കാറ്റഗറിയിലുള്ളവരിലായിരുന്നു ഇത് കൂടുതലും കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കൂടുതലും കാണുന്നത് ഇത് 20 വയസ്സിൽ താഴെ അഥവാ ഒരു അഡോളസെന്റ് ഗേൾസിൽ കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നുണ്ട്. അതല്ലെങ്കിൽ നേരത്തെ മെൻസ്ട്രുവൽ സൈക്കിൾ ആരംഭിക്കുന്ന കുട്ടികളുമുണ്ട്. ഇപ്പോൾ ഒരു 8 വയസ്സിന് മുകളിലോട്ട് 8, 9, 10 വയസ്സിന്റെ ഉള്ളിൽ മെൻസ്ട്രുവൽ സൈക്കിൾ ആരംഭിക്കുന്ന കുഞ്ഞുങ്ങളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ ആദ്യത്തെ ഒരു മാസം പീരീഡ് ആവും, പിന്നീട് ഇറഗുലർ പീരീഡ്സ് ആയിരിക്കും. ചിലപ്പോൾ 6 മാസം, അതല്ലെങ്കിൽ വർഷത്തിൽ 2 തവണ, അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പീരീഡ്സ് ഉണ്ടാവുക. അപ്പൊ പേരൻസ് അത്ര കാര്യമായിട്ട് അത് ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഇത് ഒരു വിവാഹ പ്രായത്തിലോട്ട് എത്തിക്കഴിയുമ്പോഴോ അതല്ലെങ്കിൽ ഒരു വിവാഹ ശേഷവും ഒക്കെ ആയിരിക്കും അവർക്ക് PCOD ഉണ്ട്, അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ് ഒക്കെ വരുമ്പോഴായിരിക്കും PCODക്ക് ട്രീറ്റ്മെന്റ് എടുക്കാനൊക്കെയായിട്ട് പോകുന്നത്. അതേസമയം നമ്മുടെ ജീവിതശൈലിയിൽ നിന്നാണോ ഇത് വന്നേന്നുള്ള കാര്യം ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഇതിന്റെ ലക്ഷണങ്ങളായിട്ടുള്ള ഒബേസിറ്റി, അല്ലെങ്കിൽ മുഖത്ത് ഹോർമോണൽ ചേഞ്ചസ് വരിക, കുരുക്കൾ വരിക, അതല്ലെങ്കിൽ രോമങ്ങൾ വരിക, കഴുത്തിന്റെ അവിടെ സ്കിന്നിനൊക്കെ ഒരു ഡാർക്ക്നെസ് തോന്നിക്കുക, ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കുകയും അതോടൊപ്പം തന്നെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുമാണ്. കൂടുതലായിട്ട് ഇപ്പോൾ ജീവിതശൈലി നമുക്ക് വന്ന ബുദ്ധിമുട്ടുകളാണ് സമയം തെറ്റിയുള്ള ഒരു ഭക്ഷണക്രമം, അതല്ലെങ്കിൽ കൂടുതലായിട്ട് ജങ്ക് ഫുഡ് കഴിക്കുക, അതല്ലെങ്കിൽ ഫാറ്റി ഫുഡ് കൂടുതലായിട്ട് കഴിക്കുക, പഴങ്ങളും പച്ചക്കറികളുടെ ഉപയോഗം കുറയ്ക്കുക, വ്യായാമം ഇല്ലാതെ വരിക, കാർബോഹൈഡ്രേറ്റ് കൂടുതൽ എടുക്കുക, മധുരപാനീയങ്ങൾ അതല്ലെങ്കിൽ ചോക്ലേറ്റ്, ഐസ്ക്രീം ഇതൊക്കെ കൂടുതൽ കഴിക്കുന്നതിലൂടെ നമുക്ക് ജീവിതശൈലി മാറ്റങ്ങളുണ്ട് ഒരുപാട്. അപ്പം കുട്ടികളിലാണെങ്കിൽ വ്യായാമം, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ വരിക, ഇതൊക്കെയാണ് ഈ PCOD വരാനായിട്ടുള്ള മെയിൻ റീസൺ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ഭക്ഷണക്രമത്തിൽ തന്നെ ആദ്യം മാറ്റം വരുത്തുക. കൂടുതലും പഴങ്ങള്, പച്ചക്കറികൾ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തുക, സമയം പാലിച്ച് ഭക്ഷണം കഴിക്കുക, അളവ് കുറച്ച് പല തവണകളായിട്ട് ഭക്ഷണം കഴിക്കുക, അതുപോലെ വ്യായാമം റെഗുലർ ആക്കുക, ഇൻഡോർ ആക്ടിവിറ്റീസ് കുട്ടികളിലാണെങ്കിലും പ്രോത്സാഹിപ്പിക്കുക. അമ്മമാരൊക്കെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നവരോ അതല്ലെങ്കിൽ ഹോം വർക്കൗട്ടുകളൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തി ശരിയായ രീതിയിൽ ഉറങ്ങി അങ്ങനെ നമുക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പൊ ഈ രീതിയിലൂടെ നമുക്ക് PCOD നിയന്ത്രിച്ചു നിർത്തുവാനും അല്ലെങ്കിൽ ഇല്ലാതാക്കാനും നമുക്ക് സാധിക്കും.